മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവ്വലുഹു റഹ്മത്തുൻ വഔസതുഹു മഗ്ഫിറത്തുൻ വആഖിറുഹു ഇത്കും മിനന്നാർ. പരിശുദ്ധമായ റമളാൻ, പുണ്യങ്ങളേറെ നിറഞ്ഞ റമളാൻ, ആ റമളാനിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അത് റഹ്മത്തിന്റെ 10 ദിവസമാണ്. റമളാൻ മാസത്തിന്റെ രണ്ടാമത്തെ 10 ദിവസങ്ങൾ അത് മഗ്ഫിറത്തിന്റെ 10 ദിവസങ്ങളാണ്. റമളാനിന്റെ മൂന്നാമത്തെ 10 അത് നരകമോചനത്തിന്റെ, സ്വർഗപ്രവേശനത്തിന്റെ, അള്ളാഹുവിൽ നിന്നും മാപ്പിനെ നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട 10 ദിവസങ്ങളാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും എല്ലാം ഉള്ളത് വിശുദ്ധമായ റമളാൻ, അതിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ആ ആദ്യത്തെ 10 ദിവസങ്ങൾ നമ്മൾ ചോദിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും വാങ്ങേണ്ട റഹ്മത്ത്, അതെങ്ങനെയാണ് ചോദിക്കേണ്ടത് മനസ്സിലാക്കിയോ? റമളാൻ മാസത്തിന്റെ ആദ്യത്തെ 10 നമ്മൾ റഹ്മത്തിന് ചോദിക്കണം. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം എന്നാണ് അർത്ഥം. എന്തിനാണ് അള്ളാഹുവിന്റെ കാരുണ്യം? നമുക്ക് അള്ളാഹിന്റെ കാരുണ്യമില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റൂലേ? സ്വാഭാവികമായ ഒരു സംശയമാണ്. ആ സംശയത്തിനുള്ള മറുപടി പറയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോട് ചോദിച്ചു, സ്വഹാബത്തെ, നിങ്ങളൊക്കെ ഒരുപാട് നിസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, ജിഹാദ് ചെയ്യുന്നു, ഖുർആൻ ഓതുന്നു, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്ന് ഉറപ്പുണ്ടോ? അപ്പൊ സ്വഹാബിമാര് പറഞ്ഞു, നബിയെ, ഞങ്ങൾ ഈ നിസ്കരിക്കുന്ന നിസ്കാരവും ഞങ്ങളുടെ നോമ്പും സക്കാത്തും ഒക്കെ ഞങ്ങൾ കൊടുക്കുന്നതും ചെയ്യുന്നതൊക്കെ എന്തിനാ? സ്വർഗത്തിൽ കടക്കാനല്ലേ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ നിസ്കാരമോ നോമ്പോ കൊണ്ടോ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. കാരണം അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ചെറിയ ഒരു നിഅമത്ത്, അനുഗ്രഹം, ആ അനുഗ്രഹം ഒരു തട്ടിലും, ഒരു ത്രാസിന്റെ ഒരു തട്ടിലും നമ്മൾ നിസ്കരിച്ച മുഴുവൻ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും എല്ലാം ഒരു തട്ടിലും വെച്ചാൽ, ഒരു ത്രാസിന്റെ മറ്റേ തട്ടിൽ വെച്ചാൽ നമ്മുടെ ഈ അമലുകൾ ഉയർന്നു നിൽക്കും. അള്ളാഹു തന്നിട്ടുള്ള നിഅമത്ത് താന്നു നിൽക്കും. കാരണം അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ചെറിയ ഈ കണ്ണെന്ന് പറയുന്ന അനുഗ്രഹത്തിന് നമ്മൾ ജീവിതകാലം മുഴുവനും നന്ദി ചെയ്താലും നിസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും ഈ ചെറിയ ഒരു അനുഗ്രഹത്തിന്റെ പകരമാവില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ നിസ്കരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, നിസ്കാരത്തിന് നമ്മൾ കൈ കെട്ടിക്കഴിഞ്ഞാൽ അല്ലെ, കുക്കറിന്റെ ചൂള 1 ആണോ 2 ആണോ 3 ആയോ 4 ആണോ എന്നല്ല ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പൊ നിസ്കരിക്കുന്ന നിസ്കാരം തന്നെ പലപ്പോഴും എന്താണ്, അള്ളാഹു തആല സ്വീകരിക്കണമെന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ നിസ്കാരം കൊണ്ട് നമുക്ക് എങ്ങനെ സ്വർഗത്തിൽ കടക്കാൻ പറ്റും? സ്വർഗത്തിൽ എങ്ങനെ കടക്കാൻ പറ്റും? അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് സ്വഹാബിമാരോട് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങളുടെ നിസ്കാരം കൊണ്ടൊന്നും നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റും, അത്രയൊന്നും ക്വാളിറ്റി ആയിട്ടില്ല. അപ്പൊ ചോദിച്ചു, നബിയെ, അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് സ്വർഗത്തിൽ കടക്കുക? ഞങ്ങൾ എങ്ങനെയാണ് നബിയെ സ്വർഗത്തിൽ കടക്കുക? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ അള്ളാഹിനോട് എന്ത് ചോദിക്കണം? റഹ്മത്തിനെ ചോദിക്കണം, കാരുണ്യത്തെ ചോദിക്കണം.